ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുവൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫ്യൂഷൻ റെസിപ്പിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്കെല്ലാം അറിയാവുന്നൊരു സീരിയലാണല്ലേ കരിക്ക്. അതിൽ ഇന്നാളൊരു ദിവസം ഒരു എപ്പിസോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, മസാല വർമ്മ എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണിത്. അപ്പോൾ ആ മസാല വർമ്മ ഞാൻ നമ്മളുടെ ദോശമാവിൻ്റെ മിക്സ് വെച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പാലപ്പത്തിൻ്റെ കൂട്ട് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഫ്യൂഷൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ പച്ചരി 2 കപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, നമ്മൾ ഈ ദോശയ്ക്കൊക്കെ ഇടുന്ന ഉഴുന്നില്ലേ, അത് 1 ടേബിൾ സ്പൂണും കൂടി എടുത്ത് നന്നായി വാഷ് ചെയ്ത് ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകശാല റൈസും എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുള്ളതാണിത്. അപ്പം അരിയും നമ്മൾ ആ ഉഴുന്നും കൂടി കുതിർത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് 1/4 കപ്പ് അവിലിട്ട് കൊടുക്കാം. അവിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിട്ട് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് തന്നെ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചേർക്കാം. ഇതിനോടൊപ്പം നമുക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത് പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ വേണമെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് 1-2 തവണയായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇതൊരുമിച്ച് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത്ര വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒരു ദോശ കൺസിസ്റ്റൻസിയിലേക്കാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു അളവിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടുത്ത തവണ നമ്മൾ ഒരു തവണയും കൂടി എനിക്ക് അരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കൂടി ഈസ്റ്റ് ഇട്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനിതൊന്ന് എല്ലാം അരച്ചെടുക്കുകയാണ്. ഞാനപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന അരിയും അതുപോലെ തന്നെ ഉഴുന്നും പിന്നെ തേങ്ങയും എല്ലാം കൂടി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് ആവശ്യമുള്ളത്, ഒരു ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇതൊരു 4-5 മണിക്കൂർ നമുക്ക് പൊങ്ങാൻ വേണ്ടി അടച്ച് വെക്കാം. അപ്പോൾ കുറച്ചൊരല്പം ചൂടുള്ള സ്ഥലത്തായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് പൊന്തിയതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. നമ്മളുടെ മാവപ്പ പൊന്താൻ വെച്ചിട്ടുള്ള സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് ബോണൊന്നും ഇല്ലാത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ബോണുള്ളതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളതൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ആ ബോണൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്, അത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ, ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒന്ന് മാരിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമയമുണ്ടെന്ന് വെച്ചാൽ 10-15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ പൊന്താൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവുണ്ടല്ലോ, അതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ അത്യാവശ്യം അത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, ഇത് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പൊന്തി വന്ന മാവുണ്ടല്ലോ, ആ മാവിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 2 വെളുത്തുള്ളി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ജീരകം, ഇതും കൂടി മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം.
അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊന്തി വന്ന മാവുണ്ടല്ലോ, ആ മാവിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ മിക്സിലേക്ക്, മാവിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ മിക്സിയിൽ നിന്നെല്ലാം ആ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉപ്പും അതുപോലെ നിങ്ങൾക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ മധുരം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിലൊരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ടൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റും കൂടി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ചിക്കനെല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പം നമ്മളെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ ഒരുപാട് ഹാർഡായി പോവും. അതിനേക്കാൾ നല്ലത് ഈ ഒരു പാകത്തിൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിപ്പം തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഈ ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. നമ്മളപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. അപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് മയോണൈസ് ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നമുക്ക്. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ തന്നെ ഒരല്പം ചെറുനാരങ്ങ നീര്, ഒരു ടീസ്പൂണൊക്കെ മതി കേട്ടോ. ഒരു അര ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞാൽ മതി. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/2 കപ്പ്, അതായത് 125 ml കപ്പിലാണ് ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം ബാക്കി പകുതി കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് തിക്കായിട്ടല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് തിക്കാവുമ്പോൾ നമുക്കിതിൽ പരട്ടി കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഇത്തിരി ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് എണ്ണ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ്, അതായത് 125 ml ആണ് എണ്ണ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തിക്നെസ് കൂട്ടി എടുക്കണമെങ്കിൽ 1/4 കപ്പ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ മയോണൈസ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ മയോണൈസൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ ചെരുകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഇത് മല്ലിയില അരിഞ്ഞതാണ് കേട്ടോ. അരിഞ്ഞ മല്ലിയില 1/2 കപ്പ്, അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 5 കാന്താരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകാണെങ്കിൽ അതായാലും മതി. ഇത് അത്യാവശ്യം എരിവിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഇത്ര പോകുന്നത് കേട്ടോ, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് അരയ്ക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മളപ്പോൾ നേരത്തെ ഉള്ളിയും ജീരകമൊക്കെ ചേർത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോഴേക്കും ഞാൻ മസാല ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അതൊന്നും കൂടിയും പൊന്തി വന്നിട്ടുണ്ട്. കണ്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ടു മീഡിയമാണ് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം. അത് നമുക്ക് ഒരുപാട് അങ്ങ് പരത്തി കൊടുക്കണ്ട കേട്ടോ. ഇത്രയും ഒരു ഇതിൽ പരത്തിയാൽ മതി. ദോശയ്ക്കൊന്നും പരത്തുന്ന പോലെ പരത്തണ്ട. അപ്പോഴേക്കും തന്നെ അതിൽ ബബിൾസ് നിറയെ വന്നു തുടങ്ങും.
അപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇതൊന്ന് മാറ്റാം നമുക്ക്. ഞാൻ അടുത്തതും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നിറയെ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കതങ്ങ് മൂടി വയ്ക്കാം. അപ്പം നമ്മളിവിടെ എല്ലാം ഇപ്പോൾ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ഇതിൽ നിന്ന് മാറ്റുകയാണ്. അപ്പം നമ്മളുടെ അപ്പം ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അതൊക്കെ ഉണ്ടോ, വളരെ സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ സെയിം തന്നെ റെസിപ്പി അത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ചിക്കനൊക്കെ വെച്ച് ഒന്നൊരു ഫ്യൂഷൻ പോലെ ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇനി നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ്, അതുപോലെ ആ ചമ്മന്തി, ചിക്കൻ ഫ്രൈ, പിന്നെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെറ്റൂസ് ലീഫും അതുപോലെ മല്ലിയിലയും ക്യാരറ്റും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ആദ്യം തന്നെ കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ മയോണൈസ് എല്ലാം ഇതിവിടെ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മളാക്കി വെച്ച ചമ്മന്തി ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് എല്ലാം നമ്മൾ ആ ചമ്മന്തി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയില ഉണ്ടല്ലോ അത്, ലെറ്റൂസ് ലീഫ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങളതിൽ ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ ഫ്യൂഷൻ റെസിപ്പി ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആയിട്ട് നമുക്ക് കഴിക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ റോൾ ചെയ്തിട്ടെന്നുള്ളത് ഞാനിപ്പം കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഇങ്ങനെ റോളാക്കിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ എളുപ്പമുള്ളതും ഇഷ്ടമായിട്ടും തോന്നുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള നമ്മളുടെ ഫ്യൂഷൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് പാലപ്പത്തിൻ്റെ കൂട്ട് തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് നമ്മളുടെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.